ഹായ് ഹലോ സോ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് ആക്ച്വലി ഒരു സർപ്രൈസ് വ്ളോഗാണ് അമ്മയ്ക്കും പ്രിയക്കും. കാരണം ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം അവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് ഓർഡർ ചെയ്ത ഒരു സാധനമാണ്. അവർക്ക് സത്യമായിട്ടും അറിയില്ല എന്താ സംഭവം. ഞാൻ ഓർഡർ ചെയ്ത കാര്യം പോലും പറഞ്ഞില്ല. പക്ഷെ ഇത് കാണുമ്പോൾ ഐ എം ഷുവർ ബോത്ത് ഓഫ് ദം വിൽ ബി റിയലി ഹാപ്പി. ഇത് ഒരു എക്സ്പെൻസീവ് സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. സോ ആദ്യം എൻ്റെ ബ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പ് പറയട്ടെ, ഇത് നിങ്ങൾ ഇപ്പോൾ ഒന്നും സപ്പോസ് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്യരുത്. കാരണം ഞാൻ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു സെക്കൻഡ് പ്രോപ്പർ ലോങ് ടേം റിവ്യൂ പറയും. അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് ആദ്യം ഇത് കൊണ്ടുപോയി ഇത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് അവരുടെ റിയാക്ഷനും ഇതൊന്ന് ഉപയോഗിച്ചൊക്കെ നോക്കാം. ഐ എം വെരി എക്സൈറ്റഡ്. എനിക്ക് ടെക്നോളജി ആയിട്ടുള്ള ചെയ്യാനുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി കുറച്ച് ഹൈടെക് ടെക്നോളജി. ഓക്കെ, അപ്പോൾ കൊണ്ടുപോയി കൊടുക്കട്ടെ അമ്മയ്ക്കും. ഈ തൊപ്പി വെച്ചിരിക്കുന്നത് ബാർബർ ഷോപ്പൊന്നുമില്ല, മുടിയൊക്കെ ഇങ്ങനെ വളർന്ന് വേറെ സ്റ്റൈലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കുറച്ച് നാൾ തൊപ്പി വെച്ച് തന്നെ വ്ളോഗ് ചെയ്യാം. അമ്മ, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്, ഒന്ന് ഇരിക്കും. അമ്മയ്ക്ക് ഒരു ഐഡിയയും കാണില്ല, കാരണം അമ്മയായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. വേദുവിന് ചിലപ്പോൾ എന്തെങ്കിലും ഐഡിയ കാണും. വേദുവിന് എല്ലാത്തിനും കുറച്ച് ഐഡിയ ഉണ്ടല്ലോ. പ്രിയയ്ക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്, കാരണം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു 2 സാധനം ഉണ്ട്, അതിൽ ഏതാണെന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും നമ്മൾ 2 സാധനത്തെ കുറിച്ചല്ലേ വേണം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തേ. അമ്മയ്ക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേറ്റ് അത്യാവശ്യമായിട്ടുള്ള സാധനം, നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു സാധനം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. പാത്രം അല്ലേ? ഇല്ല, അത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. പിയോ ബിയോ ബി എന്താ? എന്താ ബി അല്ല, ഞാൻ കൊണ്ടുവരാം. വേദം അവിടെ മാറിയിരിക്കുന്നത് വേണ്ട, വരും. അപ്പൊ വെറുതെ അറ്റൻഷന് വേണ്ടിയാ. നോക്ക്, കുറച്ച് വലിയ ബോക്സ് ആണ്. ഒന്ന് തുറക്ക്, ആരെങ്കിലും തുറന്നാ മതി. അങ്ങനെ നോക്കണ്ട, തുറക്ക്. ആ, അത് പറ്റില്ല, തുറക്ക്. എന്താ കത്രിക എടുക്ക്. വേദു വന്ന്, വേദു ദേ ടോയ് പോലത്തെ ബോക്സ് ആണ്. വേദു ഒന്നും തരില്ല. ഞാൻ അല്ലെങ്കിൽ ഒരുപാട് പൈസ കൊടുത്താണ് ഇത് വാങ്ങി. എൻ്റെ കൂടെ എന്തെങ്കിലും തരണം. എന്തിനാ? ഇപ്പൊ അമ്മയ്ക്ക് ഒരു ഐഡിയ കിട്ടിയ, എഴുതിയിട്ടില്ല അവിടെ. റോബോട്ട് വാക്യൂം ക്ലീനർ ആണ്. ഓക്കെ, പക്ഷെ ബ്രൂം അല്ലല്ലോ ഇത്. അങ്ങനെ അത് പറ്റില്ല. ഇത് അടിച്ചു വരുന്ന അല്ല, ഇത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് അതിനായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ റൂംസ്, നമ്മുടെ വീട് മൊത്തം സ്കാൻ ചെയ്യും. ഫുൾ ലേസർ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, എന്നിട്ട് അത് ഫുൾ അടിച്ചു വരുന്ന പോലെ വാക്യൂം ചെയ്യും. നമ്മൾ ഇതിന്റെ പുറകെ നടക്കണ്ട. ഓക്കെ, ഫുൾ വീട് വാക്യൂം ചെയ്യും. പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെ നമ്മുടെ വീട്ടിൽ അടിച്ചു വരുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഇത് ചെയ്യും. ഓക്കെ, നമ്മളങ്ങനെ എല്ലായിടത്തൊന്നും കുനിഞ്ഞൊന്നും ആരും ചെയ്യാറൊന്നും ഇല്ലല്ലോ, കാണുന്ന സ്ഥലം മാത്രമാണല്ലോ. എസ്പെഷ്യലി നമ്മുടെ മെയ്ഡൊക്കെ അടിച്ചു വരുമ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ അതിനെ ഒരു ഓപ്ഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മള് ബുദ്ധിമുട്ടുന്നത് ഇതിനാണല്ലോ. അടിച്ചു വാരി തുടയ്ക്കാൻ വീട് ഏറ്റവും പാടാണ്. അതെ, ഇത് ഭയങ്കര അഡ്വാൻസ് ആണ്. ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചാർജറിലൊക്കെ പോയി ചാർജ് ചെയ്യും. അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യമേ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഇത് മീയുടെ ഓട്ടോമാറ്റിക് വാക്യൂം ക്ലീനർ ആണ്. അപ്പൊ അമ്മയും ഭയങ്കര അത്യാവശ്യം. കാരണം എസ്പെഷ്യലി നമ്മള് ഡെയിലി അടിച്ചു വരുന്ന ആൾക്കാരല്ലേ.
ഇതിൽ തുടയ്ക്കുന്ന ഫീച്ചർ ഉണ്ട്, പക്ഷെ അത്ര ഇഫക്റ്റ് ആവണമെന്ന് അറിയില്ല. പക്ഷെ വാക്യൂം ഭയങ്കര നല്ലതാണോ കേട്ടത്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യം നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഈ സംഭവം. കുറച്ച് ടൈം എടുക്കും, മൊബൈലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെയാ ചെയ്യുന്നത്. അല്ല എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് ഏതൊക്കെ ഏരിയ ചെയ്യണം ഏതൊക്കെ ചെയ്യണ്ട അങ്ങനെയൊക്കെ എന്തൊക്കെയോ സ്കാനിങ് ഒക്കെ ഉണ്ട്. ഫുൾ ടെക്നോളജി അമ്മ തന്നെ പോയി ചാർജ് ചെയ്യും, അങ്ങനത്തെ ഒക്കെ സംഭവം. ഏത് ഇതിലൊന്നും ചെയ്യണം. ഞാൻ ദുബായ് പോയാലും എനിക്കിത് കൺട്രോൾ ചെയ്യാം. എനിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നോക്കാം നമുക്ക്. മാനുവൽ അല്ല, അതാ നമുക്കൊന്ന് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. വേദു അതെടുത്ത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പണിയാൻ. പക്ഷെ വേദുവിന് അപ്പൊ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. എന്നാ വേദുവിനൊരു ടോയ് നോക്ക്. ബാ നോക്കട്ടെ. ദേ അമ്മ ഇത് കൊടുക്ക് വേദുവിന്. ഹൾക്ക് താഴെ ഇറക്ക്, വേദുവിനെ താഴെ ഇറക്ക്. ഹൾക്ക്, സ്പൈഡർമാൻ, വേദു. കാരണം നമ്മൾ എന്തെങ്കിലും വാങ്ങിയ വേദുവിനൊന്നും വാങ്ങിയില്ലെങ്കിൽ ഭയങ്കര വിഷമ വേദുവിന്. അപ്പൊ വേദുവിന് 3 ടീഷർട്ട് ഉണ്ട്. നോക്കട്ടെ. ഒരു ഹൾക്ക്. കണ്ട ഇപ്പൊ ആംഗ്രിയാ വേദു. ഇത് വേദുവിനൊരു അയൺമാൻ. എത്തി നോക്കുന്നുണ്ട് കേട്ടോ പാക്ക് ചെയ്ത്. ഇനി വേദുവിനൊരു സ്പൈഡർമാൻ. ഹാപ്പിയായി. പുതിയ ഡ്രസ് ഇടാം. അപ്പോഴേക്ക് ഞാൻ ഇതൊന്ന് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. അത് അയൺമാനാ. വേദ ഇപ്പൊ ഹാപ്പിയായി. സ്പൈഡർമാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ടുണ്ട്. സ്പൈഡർമാനെ പോലെ ചാടുന്നുണ്ട്. നോക്കട്ടെ. വാവ്, അങ്ങനെയാണോ സ്പൈഡർമാൻ? എങ്ങനെയാ സ്പൈഡർമാൻ ഷൂട്ട് ചെയ്യുന്ന കാണിച്ചേ? അപ്പനെ എങ്ങനെയാ ഷൂട്ട് ചെയ്യുന്നത്? ഫുൾ ചാട്ടും അവിടെ. അപ്പോൾ അപ്പോൾ നമ്മുടെ വന്നിരിക്കുന്ന ബോക്സ് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്തപ്പോൾ ഇത് മെയിൻ യൂണിറ്റ്. ഓക്കെ, ഇതിൻ്റെ കൂടെ എനിക്ക് ഇതൊരു വെറ്റ് മോപ്പാണ്, തുടയ്ക്കാനുള്ള ഒരു ഫിറ്റിംഗ് ആണ്. ഇത് ചാർജർ, ഇത് അഡാപ്റ്റർ. ഇതെനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ ഫില്ല് ചെയ്യുന്ന സ്ഥലമായിരിക്കും. അത് നോക്കണം, ഞാൻ എന്തായാലും ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇതൊരു എക്സ്ട്രാ ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു തുടയ്ക്കുന്ന സാധനമാണ്. 2 ബ്രഷും ഉണ്ട്, ചാർജറുണ്ട്, വാറണ്ടി കാർഡുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ നോക്കട്ടെ. നമ്മൾ ഈ മാനുവലൊക്കെ കറക്റ്റായി വായിക്കണം. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഞാൻ റഫായിട്ടൊന്ന് കാണിച്ചു തരാം. എന്തായാലും ആദ്യം തന്നെ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Xiaomiയുടെ ഹോം ആപ്പ് കിട്ടും. ആ ഹോം ആപ്പിൽ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടത്. ഞാനിതിപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ചാർജ് ചെയ്യാൻ ജസ്റ്റ് ഇത് ഈ ചാർജറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ഞാൻ ആകെ എക്സ്ട്രാ ചെയ്തത് ഈ ഒരു ബ്രഷ് മാത്രം പിടിപ്പിച്ചു. ഒരെണ്ണം പിടിപ്പിച്ചാൽ മതി. ഒരെണ്ണം സ്പെയർ ആണ്, എന്തെങ്കിലും കാരണവശാൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ മാറ്റാനുള്ളത്. വേറെ ഒന്നും പിടിപ്പിച്ചിട്ടില്ല. ഇത് നമുക്ക് ഊരാം. ഇതിപ്പം ബ്രഷിങ് മോഡാണ്, അടിച്ചു വരുന്ന മോഡാണ്. ഇത് നമുക്ക് ഊരിയിട്ട് മറ്റേ ഞാൻ കാണിച്ചു തന്നില്ലേ, മറ്റേ ഒരു മോപ്പിംഗ് മോഡിൻ്റെ ഉണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ആദ്യമേ അടിച്ചു വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് കേട്ടെ. എന്തായാലും ഒന്ന് ചാർജ് ആവട്ടെ ആദ്യമേ. അതിന് മുമ്പ് ഇത് നെറ്റ്വർക്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ചെയ്യേണ്ടത് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ പ്രസ് ചെയ്ത് കഴിയുക. 3 സെക്കൻഡ്സ്, ഹോം ബട്ടണും പവർ ബട്ടണും. കണ്ട വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് കോൺഫിഗർ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മെയിൻ സാധനം ആപ്പാണ്. അത് വെച്ചാണ് നമ്മളിത് ഫുൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മീ ഹോം എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഇത് ആക്ച്വലി ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ 2 ക്യാമറ ഉണ്ട്. ഇപ്പം ഇതിനെ മാഗി എന്നാണ് പേരിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആപ്പ് തുറക്കുമ്പോൾ ആ ബ്ലാക്ക് ഡോട്ട് കണ്ട അവിടെയാണ് മാഗി ഇരുന്ന് ചാർജ് ചെയ്യുന്നത്. ചാർജ് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ചാർജ് കഴിഞ്ഞാൽ തന്നെ തിരിച്ച് അങ്ങോട്ട് പോവും. ആൻഡ് ഇപ്പോൾ എൻ്റെ വീട് മൊത്തം സ്കാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു റൂമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കളേഴ്സ് ജസ്റ്റ് നമുക്കൊരു സെപ്പറേഷന് വേണ്ടിയാണ്, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഈ റെഡ് ലൈൻസ് നിങ്ങൾക്ക് കാണാമെങ്കിൽ ആ ഏരിയയിലേക്ക് പോകരുതെന്നാണ്. കാരണം ഒരെണ്ണം വർക്ക് ഏരിയയും ഒന്ന് കാർപ്പറ്റ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ അതെനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ റെഡ് ലൈൻ റിമൂവ് ചെയ്താൽ അത് ക്ലീൻ ചെയ്യും. സോ ഈ ആപ്പ് നമ്മൾ ആദ്യമേ ഈ നമ്മുടെ റോബോട്ടിനെ ഓൺ ചെയ്യുമ്പോൾ അത് ഫുൾ വീട് സ്കാൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അത് ഇപ്പം ഞാൻ കണ്ട ഇപ്പോൾ ഈ 2 റൂം മാത്രം സെലക്ട് ചെയ്താൽ ആ 2 റൂം മാത്രം ക്ലീൻ ചെയ്യും. വെറുതെ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഈ അടിയിലത്തെ ബട്ടൺ പ്രസ് ചെയ്താൽ ഫുൾ വീട് സ്റ്റാർട്ട് ചെയ്യും. അതല്ലാതെ ഇതിപ്പോൾ സോൺ ക്ലീനിങ് ആണ്.
ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോൺ, ഈ ഏരിയ മാത്രം ക്ലീൻ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും സ്പില്ലായി കഴിഞ്ഞാൽ ആ ഏരിയ മാത്രം ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇതാണ് സെറ്റിങ്സ്. ഇതിൽ നമുക്ക് ക്ലീനിങ് ഹിസ്റ്ററി കാണാം, അല്ലാതെ ഷെഡ്യൂൾ ചെയ്യാം, ഏതെങ്കിലും ഒരു ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ രണ്ടൊരു ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാതെ സെക്കൻഡറി ക്ലീനിങ്, ഒരു ഏരിയനെ വീണ്ടും ക്ലീൻ ചെയ്യാൻ പറയാം. അല്ലാതെ എഡ്ജസ് മാത്രമായിട്ട് ക്ലീൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഈ മാപ്പുള്ള പേജിലേക്ക് പോകും. അപ്പോൾ ആദ്യം നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ ഇത് തന്നെ സ്കാൻ ചെയ്തോളും. അങ്ങനെയാണ് ഈ മാപ്പ് മാർക്കാവുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് ലിസ്റ്റ് കാണാം, ഏരിയ എഡിറ്റർ കാണാം, മാപ്പ് ഇപ്പം നമുക്ക് തെറ്റായിട്ട് എടുത്തെങ്കിൽ അത് റീസെറ്റ് ചെയ്യാം. പിന്നെ മാഗി മിസ്സായ ആ ഒരു കോൾ മാഗി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ കൂടെ അത് വിളി കേൾക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്. ഇതൊരു റിമോട്ട് കൺട്രോൾ ഗെയിം കളിക്കുന്ന പോലെയാണ്. ആൻഡ് ഇനിയിപ്പം മെയിൻ കാരണം സ്റ്റാർട്ട് അറിയാം, ചാർജ് ഫുള്ളാണ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് വാക്യൂം മോപ്പ് മാത്രം, പിന്നെ പവർ ഓഫ് ദി വാക്യൂം കാണാൻ പറ്റും. അതല്ലാതെ ഇപ്പം വെറ്റായിട്ടുള്ള ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ലെവൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഏകദേശം ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അന്ന് എടുത്ത വീഡിയോ, അന്ന് ഞാൻ ക്ലീനിങ്ങിൻ്റെ ഒക്കെ എടുത്തായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഫോർമാറ്റായി പോയി. പിന്നെ അത് ഭയങ്കര കൺഫ്യൂഷനും കൂടി ആയിരുന്നു. സോ ഞാൻ ഇപ്പം ഏകദേശം 10 ഡേയ്സായി ഈ സാധനം മാഗീനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഐ എം എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ്. എന്തായാലും അത് അവസാനം പറയാം. എനിക്ക് എൻ്റെ പ്ലസും മൈനസ് പോയിന്റ്സ് ഒക്കെ ലാസ്റ്റ് പറയാം. ഇപ്പം ഞാൻ വീട് മോപ്പിംഗ് ആൻഡ് വാക്യൂമിങ് ചെയ്യാൻ പോവാണ്. ഇപ്പം ആക്ച്വലി കുറച്ച് ദിവസമായി ചെയ്യുന്നതുകൊണ്ട് അധികം അഴുക്കൊന്നുമില്ല. പക്ഷേ ഇപ്പം 2 ഫീച്ചറും കൂടെ ഒരുമിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ മാഗിയിൽ ആദ്യമേ വെള്ളം നിറയ്ക്കണം, അതൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ മോപ്പിംഗ് മുമ്പ് 2 കാര്യമാണ് മെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യമേ ഈ ഒരു ഫിറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യണം. വാക്യൂം ചെയ്യുമ്പോൾ വേണ്ട, പക്ഷേ തുടയ്ക്കുമ്പോൾ മോപ്പിംഗ് ചെയ്യുമ്പോൾ വേണം. നമുക്ക് ഈ തുണി ഊരിയെടുക്കാം. ഇത് സാധാരണ ഫിൽറ്റർ പോലെയാണ്. ഓരോ തവണ മോപ്പിംഗ് കഴിഞ്ഞിട്ട് ഊരിയെടുത്തത് തുടയ്ക്കണം. പിന്നെ രണ്ടാമത് ഈ ബോക്സ് മാറ്റണം. വെറും വാക്യൂമിംഗ് ആണെങ്കിൽ വേറെ ബോക്സ് ആണ്. ആ സമയത്ത് മോപ്പിംഗ് ആൻഡ് വാക്യൂമിംഗ് ആണെങ്കിൽ വേറെ ബോക്സ് ആണ്. കാരണം അതിൽ നമുക്ക് വെള്ളം നിറയ്ക്കാം, മറ്റേതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ജസ്റ്റ് കുറച്ച് വെള്ളവും പിന്നെ ഇവർ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ക്ലീനർ ഉണ്ട്. ഇതൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇക്കോ ഫ്ലോർ ക്ലീനറാണ്. സോ ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലൈൻറ്റ് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എന്തായാലും ഇത് ഉപയോഗിക്കും. ജസ്റ്റ് ഇതൊരു കപ്പിൻ്റെ ഹാഫ് ഇടും, പ്ലസ് ഇതിൽ വെള്ളം നിറയ്ക്കും. ആൻഡ് ഇതുകൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോപ്പിംഗ് ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഫിൽറ്റർ മാറ്റാൻ ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഇത് പൊക്കിയിട്ട് എളുപ്പമാണ്. ഇതൊക്കെ എളുപ്പമാണ്. ഇത് സാധാരണ വാക്യൂമിൻ്റെ ആണ്. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഇടാം, വാക്യൂമിംഗ് പ്ലസ് മോപ്പിങ്ങിൻ്റെ ഫിൽറ്റർ ഇടാം. ഇനി ഇത് അടി ഫിക്സ് ചെയ്യണം. അത് ജസ്റ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്തിട്ട് കാണാം എങ്ങനെ ഇത് ക്ലീൻ ചെയ്യുന്നതെന്ന്. ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഹോളാണ്. ഹോളിൽ ഇപ്പം വലിയ അഴുക്കുന്നില്ല. ഇവിടെ കുറച്ച് ഹെയർ ഒക്കെ കിടക്കുന്നുണ്ട്, കുറച്ച് മുടി കിടക്കുന്നുണ്ട്. അതല്ലാതെ ചെറിയ ചെറിയ അഴുക്കുകളേ ഉള്ളൂ. അപ്പോൾ ഈ ഹോള് മാത്രം ക്ലീൻ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. അത് ഇപ്പോഴേ ഞാൻ പറഞ്ഞു തേക്കാം. അപ്പോൾ ഹോൾ ക്ലീൻ ചെയ്യുന്ന ടേബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ മതിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സോഫ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആപ്പ് ആദ്യമേ തുറക്കുക. എൻ്റെ ആക്ച്വലി ഒരു പുതിയ ഫോൺ വരുന്നുണ്ട്. ഞാൻ പാത്തിൻ്റെ കയ്യിൽ കടമെടുത്താണ്. അപ്പോൾ പുതിയ ഫോൺ വരുമ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് കാണും. ഹോം ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ആക്ച്വലി ഇത് നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് കാണിക്കുക എവിടെ ഇരിക്കുന്നതെന്ന്. അതാണ് അത്. ആൻഡ് നമ്മളിപ്പോൾ ഈ റൂം മാത്രം സെലക്ട് ചെയ്യുക, റൂം 6. എന്നിട്ട് ഓപ്ഷൻ ഏതാ, വാക്യൂം ആൻഡ് മോപ്പിലേക്ക് പോവുക. ഓക്കെ, മീഡിയം, വാട്ടർ ലെവൽ ഹൈ ഇടുക. അപ്പോൾ ഹൈ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു നനവ് കാണും. തുടച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി വീടൊക്കെ സ്കാൻ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ അറിയാം. പക്ഷെ ആദ്യമേ അത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോർണേഴ്സിലേക്കും പോകും. ഈ ഫുൾ കോർണർ അതൊന്നും കൂടെ സ്കാൻ ചെയ്യും. ഇതിപ്പോൾ അത് സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്ന, അതാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് മൂവ് ചെയ്യുന്നതും ആദ്യമേ ഈ കോർണറിലേക്കായിരിക്കും. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസം ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഇറ്റ്സ് സോ ഇൻ്റലിജൻറ്റ് കേട്ടോ, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. എനിക്കൊന്ന് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഭയങ്കര ബുദ്ധിയുള്ള ഒരു ആള് മാഗി തന്നെയാണ്. അത്ര ഇൻ്റലിജൻ്റ് ആണ്. ആദ്യമേ എല്ലാ അറ്റവും, ഈ നടുക്കുള്ള ഏരിയ ഒന്നും അതിപ്പോൾ ഒന്നും ചെയ്യില്ല. ആദ്യമേ എല്ലാ അറ്റവും, അത് റൂമിൻ്റെ 4 അറ്റവും സ്കാൻ ചെയ്യും. ഇപ്പോൾ അത് കണ്ട ഈ കുതിര, വേദുവിൻ്റെ കുതിര, രാജസ്ഥാനിലെ കുതിര ഓർമ്മയില്ലേ, ഈ സ്റ്റൂള്, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് സെൻസ് ചെയ്യും.
അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് പോകും, അതിൽ ഇടിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇവിടെ കഴിഞ്ഞിട്ട് ശരിക്കും അത് നേരെയല്ല പോകുന്നത്, അതിന് മനസ്സിലാവും ഇത് സ്റ്റൂളാണ്, അതുകൊണ്ട് അത് തിരിച്ച് അങ്ങോട്ട് പോവും, ഇത് ഡോറാന്ന് മനസ്സിലാവും. സോ ഈ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ടല്ല പോകുന്നത്, ഇത് ഓരോ സാധനങ്ങൾ ഫേർണിച്ചറും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. കണ്ടാ, ഈ മതിലിൻ്റെ ലെങ്ത്തിലല്ല അത് ക്ലീൻ ചെയ്തുകൊണ്ട് പോകുന്നത്, മതിലിൽ നിന്ന് തിരിച്ച് ഉള്ളിലേക്ക് പോയി അവിടെയൊക്കെ സ്കാൻ ചെയ്തിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ട, ഇത് സ്ട്രെയിറ്റ് പോവില്ല, ഇത് നേരെ പോയിട്ട് ഇപ്പോൾ ലെഫ്റ്റ് എടുക്കും, അങ്ങ് അറ്റം വരെ പോവും. ഇനിയിപ്പോൾ റൈറ്റ് എടുത്ത് നേരെ പോവും. അത് തന്നെയാണ് ഇത് ഇൻ്റലിജൻറ്റ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഈ 4 അറ്റവും ചെയ്യും. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതിനിപ്പോൾ ഈ റൂം അറിയാം, അതുകൊണ്ട് ആ സൈഡിലേക്ക് പോകില്ല, ഡൈനിങ് റൂമിലേക്ക് പോകില്ല, അത് ഇവിടെ നിന്ന് തന്നെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഇങ്ങനെ വരും. നോക്കിക്കാം, അതെ. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏകദേശം കുറച്ച് അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഇത് കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ പക്ഷെ ഒരു നനവുണ്ട് കേട്ടോ. നമ്മൾ ഭയങ്കര പ്രത്യേകത തുടയ്ക്കുന്നതല്ല, പക്ഷെ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു മോപ്പ് വെച്ച് തുടയ്ക്കുന്ന ഒരു സെയിം നനവ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പം നോക്കിക്കോ, ഇത് അറ്റം ആ റൂമിലേക്ക് പോവില്ല. പിന്നെ ഈ ഒരു ഏരിയ ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, കാരണം കാർപ്പറ്റിൽ നമ്മൾ മോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാർപ്പറ്റ് കേടാവും, അത് നനയാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് അങ്ങോട്ട് പോവില്ല. അങ്ങനത്തെയൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് വെക്കാം. ഇതിന് മനസ്സിലാകണ്ട, ഈ റൂം നമ്പർ 1 ഇത്രയേ ഉള്ളൂ, ഇനി അങ്ങോട്ട് അത് പോവില്ല, അത് റൂം നമ്പർ 2ലേക്ക് നമ്മൾ സെറ്റ് ചെയ്താലേ പോവുള്ളൂ. സോ നമുക്ക് വേണമെങ്കിൽ എല്ലാ റൂംസും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ റൂം മാത്രം മതിയെങ്കിൽ ഈ റൂം മാത്രം ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ റൂം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ അറ്റമായല്ലോ. ആ മുടിയൊക്കെ അത് എടുക്കും, ഉറപ്പാകണ്ട. ഞാൻ ലാസ്റ്റ് എന്തായാലും അഴുക്ക് കാണിച്ചു തരാം, ഫുൾ വീട് ക്ലീൻ ചെയ്തിട്ട്. പക്ഷെ അത്ര അഴുക്ക് ഇപ്പോൾ കാണില്ല, കാരണം ഇതിപ്പോൾ ഞങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. ഇനിയാണ് ക്ലീനിങ് തുടങ്ങാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്ത സൈഡിൽ നിന്ന് തന്നെ സ്ഥലത്ത് തന്നെ അത് അനലൈസ് ചെയ്തു. ഇനി സ്ട്രേറ്റ് പോവും, അത് കഴിഞ്ഞിട്ട് നോക്കിക്കോ, സ്ട്രേറ്റ് പോവും, അതൊക്കെ അത് എടുത്തോളും. ഈ മുടിയൊക്കെ എടുക്കുന്നുണ്ടാവും. ഇനി കുറച്ച് ഒരു 1/2 ഇഞ്ച് മാറിയിട്ട് തിരിഞ്ഞ് അത് നേരെ അങ്ങോട്ട് പോകും. ആ സമയത്ത് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ കണ്ട, ടേബിളിൻ്റെ അടിയിലേക്ക് അത് തന്നെ പോയിക്കോളും, അല്ലാതെ അത് സ്കിപ്പ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ ടേബിളിൻ്റെ അടിയൊക്കെ ക്ലീൻ ആവും. എന്തായാലും അത് ഒരു ഏരിയ പോലും മിസ് ചെയ്യാതെ അത് ഫുൾ നമ്മുടെ റൂം ക്ലീൻ ചെയ്യും, അൺലെസ് ദർ ഇസ് ഫേർണിച്ചർ ഓർ വേർ ഇറ്റ് കാൻ ഗോ. ഇപ്പോൾ ടേബിളിൻ്റെ അടിയിൽ പോയെന്ന് വെച്ചാൽ അത് സോഫയുടെ അടിയിൽ പോകില്ല, കാരണം അതിൽ സെൻസർ ഉണ്ട്. സോഫയുടെ അടിയിൽ പോയി അതിന് സ്റ്റക്കാവുമെന്ന് അറിയാം. ഇനി തിരിച്ചു പോവാണ്. ഇങ്ങനെ ഫുൾ വീട് ക്ലീൻ ചെയ്യും. അത് ഞാൻ ലാസ്റ്റ് ഫോണിൽ കാണിച്ചു തരാം. അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഏതൊക്കെ ഏരിയ ആണ് ഫോൺ ക്ലീൻ ചെയ്തതെന്ന്. അപ്പോൾ മാഗിയുടെ കാര്യം നടക്കട്ടെ. ഞാൻ ലാസ്റ്റ് ഫുൾ വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കൺക്ലൂഷൻ കാണിക്കാം, വീടിൻ്റെ അകത്തുള്ള അഴുക്കും കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്ലീൻ അല്ല. ഇപ്പോൾ ലാസ്റ്റ് വെച്ച് ക്ലീനിങ് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കാം. ഇപ്പോൾ നമ്മുടെ ഹാള് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൽ പോയിട്ട് നമ്മൾ ക്ലീനിങ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹാള് ഫുൾ ക്ലീൻ ആയെന്നുള്ള വൈറ്റ് ലൈൻസ് കണ്ട അതിൽ കൂടെ അറിയാൻ പറ്റും. അത് എത്ര ടൈം, നമുക്ക് ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏത് റൂം എത്ര ടൈമിലാണ് ക്ലീൻ ചെയ്തത്, എത്ര ഏരിയ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് റൂമാണ് മിസ്സായി പോയെന്നൊക്കെ വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ട ക്ലീൻ ആയിട്ട് അറിയാം ആ ടൈമിൽ ഏത് റൂമാണ് ക്ലീൻ ചെയ്ത്. ആ ഫുൾ വൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നാണ്. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും വി ക്യാൻ എക്സാക്ട്ലി കീപ് ട്രാക്ക് ഓൾസോ. ഒരു സ്ഥലവും മിസ്സായി പോവില്ല. അതപ്പോൾ ഫുൾ വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. വലിയ അഴുക്ക് കാണാൻ സാധ്യത ഇല്ലാന്ന് വിചാരിച്ചതാണ്, പക്ഷെ നല്ല അഴുക്കുണ്ട്. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുക, ഇത് ഫുൾ എടുത്ത് കളയുക, എല്ലാം കിട്ടും. എന്നിട്ടിത് വാഷ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞിട്ട് ഇത് നനഞ്ഞ് പിഴിഞ്ഞ തുണി വെച്ച് തുടയ്ക്കുക. ഇതിൽ കണ്ട് ഇത് ഫിൽറ്ററാണ്. ഇത് ക്ലീൻ ചെയ്ത ഒരു ബ്രഷ് ആ മെഷീനിൽ തന്നെ ഉണ്ട്, അത് വെച്ച് തന്നെ ക്ലീൻ ചെയ്യുക. കണ്ട ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്താലും ഇത്രയും അഴുക്ക് കിട്ടും. അപ്പോൾ ഫൈനലായിട്ടുള്ള എൻ്റെ കൺക്ലൂഷൻ പറയാം. ഇത് 12 ഡേയ്സോളം യൂസ് ചെയ്തതിൻ്റെയാണ്. ഞങ്ങൾ ഇതുവരെ ഇത് വാങ്ങിയ പിന്നെ വീട് അടിച്ചുവാരി തുടച്ചിട്ടില്ല. മാനുവലി ഫുൾ മെഷീനാണ് ചെയ്തിരിക്കുന്നത്. വെരി ഹാപ്പി. വാക്യൂമിങ് ഇറ്റ് ഇസ് പെർഫെക്റ്റ്. മോപ്പിംഗ് മാത്രം മേ ബി ഒരു 100ൽ ഒരു 90 കൊടുക്കും, കാരണം ടഫ് സ്റ്റെയിൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ഏരിയ മാത്രം കൈവച്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സാധാരണയായിട്ട് വെറുതെ തുടയ്ക്കാനാണെങ്കിൽ ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. നമുക്ക് ഏകദേശം മോപ്പിംഗ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 800 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ടാങ്ക് ഫുൾ ഓഫ് വെള്ളത്തിൽ നടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഫുൾ വീട് വാക്യൂമി ആണെങ്കിൽ ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ ഇത് ഒറ്റ ചാർജ് ചെയ്യും, ഇഫ് ഇറ്റ് ഇസ് സെറ്റ് ഇൻ മീഡിയം മോഡ്. പിന്നെ
സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ അത് വീഴത്തില്ല, അത് തന്നെ സെൻസ് ചെയ്തിട്ട് സ്റ്റെപ്സിന്റെ അവിടെ വെച്ച് നിൽക്കും. പിന്നെ കാർപ്പറ്റ്സ് ഉണ്ടെങ്കിൽ കാർപ്പറ്റ്സും ക്ലീൻ ചെയ്യും, പക്ഷെ സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ച് ഹാർഡ് കാർപ്പറ്റ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് ആ സമയത്ത് സ്ലിപ്പറി കാർപ്പറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത് സ്റ്റക്കാവും. പിന്നെ ഓബിയസ്ലി ഫേർണിച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഫേർണിച്ചേഴ്സ് മാറ്റിയൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ മാറ്റി വെച്ചാൽ ചെയ്യും. ഇല്ലെങ്കിൽ അത് ആ ഫേർണിച്ചേഴ്സിന് അതിന് എവിടെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ബെസ്റ്റ് പാർട്ട്, നമുക്ക് ഞാനിപ്പം ദുബായിലാണെങ്കിലും എനിക്കിത് ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ ദുബായിലിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. സിൻസ് ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ടു നെറ്റ്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് ഏതൊക്കെ റൂമാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്യാം. ഐ മീൻ ആ റൂമൊക്കെ ക്ലീൻ ആവും. പിന്നെ ഇതിന്റെ ക്ലീനിങ്ങും വളരെ എളുപ്പമാണ്. വെള്ളത്തിൽ ഒരിക്കലും വാഷ് ചെയ്യരുത് ഈ സാധനം. അതിന്റെ ഡസ്റ്റ് ഊരിയിട്ട് അത് ഞാൻ കാണിച്ചു തന്നല്ലോ, ജസ്റ്റ് അത് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ മെയിനായിട്ട് ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഓബ്വിയസ്ലി ഫോണും അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നല്ല ഉപയോഗിക്കാൻ അറിഞ്ഞാലേ നമുക്ക് സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് മാത്രമേ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയുള്ളൂ. വെരി ഹാപ്പി വിത്ത് ദ പർച്ചേസ്. ഞാൻ ഇത് മീയുടെ വെബ്സൈറ്റിൽ നിന്ന് HDFCയുടെ ഓഫർ ഉപയോഗിച്ച് 25,000 റുപ്പീസ് സാധനം 22,000 വാങ്ങിയത്. 1 year വാറന്റി ഉണ്ട്. പിന്നെ സ്പെയർസ് മീഡിയ ആയതുകൊണ്ട് കിട്ടാനും ബുദ്ധിമുട്ട് കാണില്ല. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദ പ്രോഡക്റ്റ്. അമ്മ ഇസ് ഓൾസോ വെരി ഹാപ്പി, പ്രിയ ഇസ് ഓൾസോ വെരി ഹാപ്പി. ക്ലീനിങ്ങിന് എനിക്ക് വേറെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. സോ it actually serves its purpose. I think it's one of the best buys I have ever done for the house. Okay, അപ്പോൾ എന്തായാലും ഇതൊരു ഇൻഫോർമേറ്റീവ് വ്ളോഗ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.